അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. You shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the earth. നമുക്ക് സകലത്തിലും മാതൃകയായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു കാണിച്ചു തന്ന ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റുന്നത്, നാം ആരാധിക്കുന്നത്, നാം അനുഗമിക്കുന്നത്, നാം ആശ്രയിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. Come on, എല്ലാവരും വാ തുറന്ന് പറഞ്ഞ്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ അനുഗമിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് എബ്രായർ 3:1 പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. എബ്രായർ 12:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ അനുസരിക്കുന്ന ജീവിതമാണ്, തൻ്റെ വചനം അനുസരിക്കുന്ന ജീവിതമാണ്. ആ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, യേശുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, യേശുവിൻ്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ, ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവിന് എത്രയധികം യേശു പ്രാധാന്യം കൊടുക്കുന്നു. ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 3 ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ, ലൂക്കോസ് 3:21 മുതലുള്ള വാക്യത്തിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായി നമ്മൾ കാണുന്നു. ആ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരാതെ യേശു ശുശ്രൂഷയ്ക്കായി പുറപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ മേളിൽ വന്നതിന് ശേഷമാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവിടെ യേശു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത്, ഈസ് എ സൺ ഓഫ് ഗോഡ്, ഈസ് ആൻ ഓൾമൈറ്റി ഗോഡ്, ഹി ക്യാൻ ഡു എനിത്തിങ്, ഫോർ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഹിം. അവൻ ഒരു കാര്യം അസാധ്യമല്ല. ഈസ് എ ഗോഡ്. പക്ഷേ യേശു സകലത്തിലും നമുക്ക് മാതൃക കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരാതെ താൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നില്ല, ആരംഭിച്ചില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് 4:1 വരുമ്പോൾ നമുക്കറിയാം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് 4:13-14 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിലേക്ക് മടങ്ങിച്ചെന്നു. ഡിഫറെന്റ് ലെവൽസ് ഓഫ് anointing, different levels of the Holy Spirit, full of the Holy Spirit, power of the Holy Spirit. ലൂക്കോസ് 4:18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്. യേശു പറയുന്നു, അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്, ആ പരിശുദ്ധാത്മാവ് എന്റെ മേളിൽ ഉണ്ട്. അതായിരുന്നു യേശുവിന്റെ ധൈര്യം, അതായിരുന്നു അവന്റെ കോൺഫിഡൻസ്, അതായിരുന്നു ക്രിസ്തുവിന്റെ സാക്ഷ്യം, അതായിരുന്നു ക്രിസ്തുവിലൂടെ നടന്ന അത്ഭുതങ്ങൾ. മത്തായി 12:28 വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നു? പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. ആ ദൈവമായ പരിശുദ്ധാത്മാവ് എന്തിനായി ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു? അപ്പോസ്തലന്മാർ നമുക്കറിയാം, ബൈബിൾ പറയുന്നു, അവർ സാമാന്യരായിരുന്നു, അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു, അവർ കോപിക്കുന്നവരായിരുന്നു, അവർ അവിശ്വസിക്കുന്നവരായിരുന്നു, അവർ തെറ്റിദ്ധരിക്കുന്നവരായിരുന്നു,
തള്ളിപ്പറയുന്നവരായിരുന്നു, ആണയിടുന്നവരും പ്രാകുന്നവരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ഒരുത്തൻ യൂദ എന്ന് പറയുന്ന മനുഷ്യന്റെ സാത്താൻ കടന്നിട്ട് അവൻ സൂയിസൈഡ് ചെയ്തു. അങ്ങനെ they are not perfect persons. അവരാരും പൂർണ്ണരല്ലായിരുന്നു, അവരെല്ലാം അപൂർണരായിരുന്നു, അവർ പരിപൂർണരല്ലായിരുന്നു. പക്ഷെ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കണം. എന്തിനു വേണ്ടിയാണ് ഉയരത്തിലെ ശക്തി ധരിച്ചത്? നമ്മുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ധാരാളമായി ലഭിക്കുന്നതായ നവീകരണം. I am going to preach and teach a very important thing, very important, very precious thing. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. Jesus is your Lord. I am asking you, my brother and sister. I am asking you, the children of the Lord here. Jesus Christ is your Lord. യേശു നിങ്ങളുടെ കർത്താവാണെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തി കാണിച്ചു. Hallelujah. He is your savior. യേശു എങ്ങനെയാണ് നിങ്ങളുടെ കർത്താവായത്? യേശു എങ്ങനെയാണ് നിങ്ങളുടെ രക്ഷകനായത്? യേശു ഒരു മതത്തിന്റെ ദൈവമെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ, യേശു ക്രിസ്ത്യാനികളുടെ ദേവനെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ, യേശു ഒരു വിഭാഗത്തിന്റെ ദൈവമെന്ന് മാത്രം കരുതിയിരുന്ന വ്യക്തികൾ, അവർക്ക് എങ്ങനെയാണ് യേശു തന്റെ രക്ഷിതാവും കർത്താവുമായത്? ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടു എന്നതിന്റെ ലക്ഷണം നിങ്ങൾ പറഞ്ഞ അന്യഭാഷയല്ല. അന്യഭാഷ പറയുന്നവരിലേ പരിശുദ്ധാത്മാവുള്ളൂ എന്ന് പറയുന്നത്, പഠിപ്പിക്കുന്നത് തെറ്റാണ്. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ലാംഗ്വേജ്, ഹെവൻലി ലാംഗ്വേജ് ആണ്. That is a gift of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാദാനമാണ്. ചിലർ എന്നോട് പറയുന്നു, പാസ്റ്റർ, ഞാൻ ഇതുവരെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു, എൻ്റെ പാപത്തിന്റെ വഴികൾ ഞാൻ വിട്ടു, എൻ്റെ പാരമ്പര്യങ്ങളെ ഞാൻ വിട്ടു, അസത്യമായ തിന്മയായ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാൻ ഉപേക്ഷിച്ചു, ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിച്ചു, സ്നാനമേറ്റു. എന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ? 100%. കാരണം ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ വരുന്ന ദൈവശക്തി, നിങ്ങളിൽ വരുന്ന ഗിഫ്റ്റ്, അതെല്ലാം ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷന് വേണ്ടി, കിങ്ഡം ഓഫ് ഗോഡിന്റെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. I thank you, Jesus, for that. Hallelujah. Lift your hand and say hallelujah. Hallelujah. Praise God. Thank you, Holy Spirit. Amen. 1 Corinthians chapter 2 word 9 to 12. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറിയത്തിന്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കും. ഈ ഗബ്രിയേൽ ദൂതൻ ഈ ദൂത് പറയുന്ന സമയത്ത്
ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഒരറിവും മറിയത്തിനുണ്ടായിരുന്നില്ല. She never expected. Never. ഒരു പ്രവാചകന്മാരും ഒരു പക്ഷെ മറിയത്തോട് ദൂത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയമായപ്പോൾ ദൈവം കണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അവൾ. വേദപുസ്തകം പറയുന്നു, ദൂതൻ മറിയത്തിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവ് നിന്നിൽ ജനിക്കുവാൻ പോകുന്നു. മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇത് അസാധ്യമാണ്. The Gospel of Luke chapter 1 verse 37, the angel said to her, for nothing is impossible with God. Amen. Hallelujah. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ദൂതൻ പറയുന്നു, ഇത് സാധ്യമാകുവാൻ, യേശു നിന്നിൽ ജനിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴിയിലൂടെ അത് നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരുമ്പോൾ നിന്റെ ഗർഭപാത്രത്തിൽ ലോകരക്ഷിതാവായ ക്രിസ്തു യേശു ജനനമെടുക്കും. അവനെ ജനിപ്പിച്ചതല്ല, അവൻ ജനിക്കുകയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മക്കളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭർത്താവിൽ, നിങ്ങളുടെ ഭാര്യയിൽ, നിങ്ങളുടെ സഹോദരങ്ങളിൽ വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവരിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് അവരുടെ ആത്മമനുഷ്യനിൽ ജനിക്കുവാനിടയായി. പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് യേശുവിനെയും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എഫെസോസിലുള്ള സഭയോട്, നിങ്ങൾ ക്രിസ്തുവിനെ അറിയേണ്ടതിന് ജ്ഞാനത്തിന്റെയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ. Who is that spirit? That spirit is Holy Spirit. Amen. Yes. Amen. Amen. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുത്തി നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനിടയാകണം. Oh, I thank you, Holy Spirit. Thank you, Jesus. പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഉയരത്തിലെ ശക്തിയാണ്. Come on, let us say everyone, power from on high. Power from high. ഉയരത്തിലെ ശക്തി. ഉയരത്തിലെ ശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. പരിശുദ്ധാത്മാവ് സ്വർഗീയനാണ്. Amen. പരിശുദ്ധാത്മാവിന്റെ സ്ഥലം ഹെവനാണ്. Yes. Amen. Heaven. Amen. But now he is in earth. Yes. Yes. Amen. സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ സ്വർഗം എന്തെന്ന് വെളിപ്പെടുത്താൻ കഴിയൂ. സ്വർഗം നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരണം. ഒരു സ്വർഗമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായത് സ്വർഗീയനാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോഴാണ്. അവിടെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും അവിടെ ദൂതന്മാരുണ്ടെന്നും അവിടെ തങ്ക തെരുവീതികൾ ഉണ്ടെന്നും അവിടെ വിശുദ്ധന്മാരുണ്ടെന്നും അവിടെ കണ്ണുനീരില്ലെന്നും അവിടെ ആരാധനയാണെന്നും അവിടെ എത്തിച്ചേരണമെന്നും ഈ ബോധ്യങ്ങളെല്ലാം എനിക്ക് തന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് എന്നിൽ നിങ്ങളിൽ വന്നപ്പോഴാണ്. യോഹന്നാൻ 15:26, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. എല്ലാരും പറഞ്ഞ്, പരിശുദ്ധാത്മാവ് എന്നോട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. നമ്മളെ അടുത്തറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളുടെ സാക്ഷ്യം എന്തെന്ന് പറയാൻ കഴിയൂ. പരിശുദ്ധാത്മാവിന്
യേശുവിനെ അറിയാവുന്നത് പോലെ ഈ ലോകത്തിൽ വേറെ ഒന്നിനും അവനെ അറിയില്ല. അത് അവന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് യേശുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു കോളേജുകൾക്കും ഒരു പഠന കേന്ദ്രങ്ങൾക്കും ഒരു വ്യക്തികൾക്കും നിങ്ങൾക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയില്ല. ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത്? ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം അറിയുന്നത്? ദൈവത്തിന്റെ ഹിതം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ വാക്യമാണ് നമ്മളിപ്പോൾ 1 Corinthians chapter 2 verse 9 to 12 വായിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എല്ലാരും വായ്കൾ തുറന്ന് പറഞ്ഞ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. Already that is prepared. He is not going to preparing something for you, not going to preparing. Already that is prepared. Food is ready. Prepared ആയിരിക്കുന്നതാണ് സെർവ് ചെയ്യുന്നത്. It is ready. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ എത്ര പേർക്ക് അറിയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട് ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന്? ബൈബിൾ പറയുന്നു, നമ്മൾ അത് കണ്ടിട്ടില്ല, ഒരു ചെവി അത് കേട്ടിട്ടില്ല, നമ്മുടെ മനുഷ്യനായ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇതുവരെ അത് തോന്നിയിട്ടില്ല. എന്നാൽ 10ാമത്തെ വാക്യം പറയുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അവന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നു. The next word is very important. The Spirit searches all things, the deep things of God. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. The next word is important. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവനെ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവം നമുക്ക് നൽകിയത്, ദൈവം നമുക്ക് ഒരുക്കിയത്, നമ്മെ അറിയിക്കുന്ന ഒരാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മോശയുടെ മേളിലുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് മോശയുടെ കൂടെ നിൽക്കുന്നവരിലില്ല, മോശയുടെ പുറകെ വരുന്നവരിലില്ല, പലരിലുമില്ല. ഇല്ല, 99% ആളുകളിലും ഇല്ല. അതുകൊണ്ട് ചെങ്കടലിന്റെ മുമ്പിലെത്തുമ്പോൾ പരിശുദ്ധാത്മാവുള്ള മോശയ്ക്ക് ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു ഹൈവേ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം ഒരുക്കിയ ഒരു ഹൈവേ. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ പീറ്റർ, ജെയിംസ്, ജോൺ ഇവരെല്ലാം കാണുന്നത് മരണത്തെയാണ്. പക്ഷെ ആത്മാവിന്റെ ഉറവിടമായ ക്രിസ്തു അവിടെ മരണമല്ല കാണുന്നത്. കാരണം താൻ എങ്ങനെ മരിക്കുമെന്ന് തന്റെ ആത്മാവിൽ തനിക്കറിയാം. താൻ മരിക്കാൻ പോകുന്നത് കടലിൽ വീണ് ശ്വാസം മുട്ടിയല്ല, വെള്ളം കുടിച്ച് ചാകുമെന്നുള്ളതല്ല തന്നെ കുറിച്ചുള്ള പ്രവചനം. രക്തമൊഴുക്കി യാഗമായി ക്രൂശിൽ മരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയത് അവർക്കറിയാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ നിങ്ങൾ നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പ്രവചനം മാനുഷിക ഇഷ്ടത്താൽ സംഭവിച്ചതല്ല,
മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ സംസാരിച്ചതത്രേ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് ആഴമേറിയ ഇന്റിമസി ഉണ്ടെങ്കിൽ, ഡീപ് കണക്ഷൻ ഉണ്ടെങ്കിൽ, you are worried about anything, you are facing any challenges, any problems, you pray. You ask to Holy Spirit, what is going to happen, what is next. Surely He will answer your questions. He will lead you. The Spirit of the Lord will guide you. സെരുബാബേൽ ഒരു അനോയിന്റഡ് സെർവന്റ് ആണ്, അനോയിന്റഡ് പ്രീസ്റ്റ് ആണ്. സെരുബാബേൽ ദൈവം പറഞ്ഞ സ്ഥലത്ത് ആലയം പണിയുവാൻ കടന്നു വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, സെരുബാബേലിന് ആലയം പണിയുവാൻ കഴിയാത്ത നിലയിൽ അവിടെ വലിയൊരു മഹാപർവ്വതം നിൽക്കുകയാണ്. പക്ഷെ ആ പർവ്വതത്തെ കണ്ടുകൊണ്ട് സെരുബാബേലിന്റെ നിയോഗങ്ങളെ സെരുബാബേൽ അവസാനിപ്പിക്കുന്നില്ല. ആ പർവ്വതത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സെരുബാബേൽ ചോദിക്കുന്നു, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീയാർ, നീ സമഭൂമിയാകും, നീ സമഭൂമിയാകും. കാരണം എന്റെ സ്പിരിറ്റിൽ, സെരുബാബേലിന്റെ ആത്മാവിൽ സെരുബാബേലിന് കാണാൻ കഴിയുന്നത് കൃപ കൃപ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ആലയത്തിന് അടിസ്ഥാനമിടുന്നതാണ്. ഇത് സ്പിരിറ്റിൽ കാണാൻ കഴിയുന്നവന് മഹാപർവ്വതം കണ്ടവൻ തിരിച്ചു പോകില്ല. അവൻ മഹാപർവ്വതത്തോട് സംസാരിച്ചേ പോകൂ. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിയതിനെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയും. യോഹന്നാൻ 2-ാം അധ്യായം 26-27 വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്തത് ഞാൻ നിങ്ങളെ എഴുതിയിരിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചിടുകയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിക്കുന്നത് പോലെ നിങ്ങൾ അവനിൽ വസിക്കുവീൻ. അഭിഷേകം സൗഖ്യമാക്കുക മാത്രമല്ല, അഭിഷേകം നിങ്ങളെ സാൽവേഷനിലേക്ക് നയിക്കുക മാത്രമല്ല, അഭിഷേകം നിങ്ങളെ റൂട്ട് ചെയ്യും. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളതിനെ നമ്മളെ അറിയിച്ചു തരുന്ന, നമ്മളെ റിവീൽ ചെയ്യുന്ന, നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ ആത്മാവിനായി സ്തോത്രം ചെയ്യാം. Acts chapter 16 word 6, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പ്രഭു ഗലയിലും ഗലാത്യ ദേശത്തും കൂടെ സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവ് വിലക്കി, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ലിസൺ, എത്ര പേർ പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നു? How many people are praying? നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ശക്തമാകുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും pray in the Holy Ghost. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്? Romans chapter 8 verse 26, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. Listen to me. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിഞ്ഞൂടാ. എന്താണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടാത്തതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട്, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട്
ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എപ്പോഴും ഓർക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ആ പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പക്ഷപാതമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവഹിതമാണോ? എൻ്റെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാകുന്നത് എൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ക്യാൻ യു പ്ലീസ് 1 Corinthians chapter 14, സ്നേഹം ആചരിക്കാൻ ഉത്സാഹിപ്പീൻ, ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചന വരങ്ങളും വാഞ്ചിപ്പീൻ. 2-ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ദൈവത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ദാറ്റ്സ് ആൻ ഹെവൻലി ലാംഗ്വേജ്. ദൈവത്തിന്റെ ഭാഷയാണ്, സ്വർഗീയമായ ഹെവൻലി ലാംഗ്വേജ് ആണ് അതർ ടങ്സ്, അന്യഭാഷ എന്ന് പറയുന്നത്. അതൊരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അത് സ്വർഗം ശ്രദ്ധിക്കുന്നു. പൈശാചിക മേഖലകൾക്ക് അതിനെ തടുക്കുവാൻ കഴിയുന്നില്ല. ഈ ഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതിലേറ്റവും വലിയ പ്രത്യേകത അവൻ മനുഷ്യനോടല്ല, ഡയറക്ട്ലി ദൈവത്തോടാണ് സംസാരിക്കുന്നത്. 3-ാമത്തെ വാക്യം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. നെക്സ്റ്റ് വേർഡ്, വേർഡ് 4, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. നിങ്ങൾ ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളിൽ ആത്മീക വർധനവ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ കൂടുതൽ സമയം അന്യഭാഷയിൽ സംസാരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. അന്യഭാഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, that is a gift of the Holy Spirit. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങളെ അന്യഭാഷയാൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിന്റെ 9 കൃപാദാനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് വിശ്വാസത്തിലാണ്. എല്ലാ സ്പിരിച്വൽ ഗിഫ്റ്റും, all the heavenly blessings, spiritual edifications, revelations, word revelation, prophecy, really prophecy is connected with tongues. നിങ്ങൾ കുറേ സമയം അന്യഭാഷയിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ, you can see it something. That's a language of Holy Spirit. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൂടിയിരിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ഈടുറ്റ കരുത്തുള്ള ലേഖനങ്ങൾ എഴുതി നൽകിയ അപ്പോസ്തലനായ പൗലോസ് അഥവാ തർസോസുകാരനായ ശൗൽ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. അന്ന് ശൗൽ സഭയെ ഉപദ്രവിച്ചും മുടിച്ചും നടന്നവനാണ്. അന്ന് അപ്പോസ്തലന്മാരുടെ മേൽ കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ വെളിപ്പെട്ടപ്പോൾ ശൗൽ അല്ലെങ്കിൽ പൗലോസ് ആ കൂട്ടത്തിൽ റിസീവ് ചെയ്യാനില്ലായിരുന്നു. പിന്നത്തേതിലൊരു അകാല പ്രജ പോലെയാണ് ഡമസ്കോസ്കിൻ പടിവാതിക്കൽ വെച്ച് സൂര്യനെ മിന്നുന്ന, സൂര്യനേക്കാൾ വെളിച്ചമുള്ള പ്രഭാകിരണങ്ങൾ തന്റെ കണ്ണിലടിച്ച് വാഹന മൃഗത്തിൽ നിന്ന് ആ മതതീവ്രവാദി നിലത്തു വീണ് കിടന്ന്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചത്. ആ പൗലോസ് പറയുന്നു, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവരിലും അധികം
1 കൊരിന്ത്യർ 14 അധ്യായത്തിലാണ് അത് കാണുന്നത്. Amen. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ Yes. ദൈവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തുന്നു. മർക്കോസ് 16:17 രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ they shall speak with new tongues. പുതുഭാഷകളിൽ സംസാരിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രവചിക്കണമോ? നിങ്ങളിലേക്ക് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കടന്നു വരണമോ? സ്പീക്കിംഗ് ടങ്സ്. മോർ ടൈം, മോർ ടൈം, മോർ ടൈം. കൂടുതൽ സമയം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകും. ദൈവം നിങ്ങൾക്ക് നൽകിയത് അറിയുവാനായി നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചു, ദൈവത്തിന്റെ ആത്മാവിനെ അത്രയും നിങ്ങൾ സ്വീകരിച്ചു. ദൈവം നിങ്ങൾക്ക് നൽകിയത് അറിയുവാനായി. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു നിങ്ങളുടെ കർത്താവാകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവഹിത പ്രകാരമായി തീരുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കിയതിനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്.